എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MA യൂസഫ് അലി സാഹിബ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ. 20 വർഷം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ പടുത്തുയർത്തി. പിന്നീട് അങ്ങോട്ട് 46.5 വർഷം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തി സക്സസ്ഫുള്ളായ ഒരു നമ്പർ 1 ബിസിനസ് മാൻ. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് ഇത്ര വലിയ ലുലു എന്നുള്ള ബ്രാൻഡ് വല്ലാത്ത രീതിയിൽ ഹൈപ്പർ മാർക്കറ്റ് അതിഗംഭീരമായ വളർച്ച സമ്പാദിച്ചത്. അദ്ദേഹത്തിൻ്റെ രഹസ്യം എന്താണ്? ഇതിന് തൻ്റെ തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് സഹായിച്ചും അവർ ഒരു സുഹൃത്തായി കണ്ട് ഒരു ഒറ്റക്കെട്ടായുള്ളൊരു പ്രവർത്തന ശൈലിയായിരുന്നു യൂസഫ് അലി സാഹിബിൻ്റേത്. പല സുഹൃത്തുക്കളും എൻ്റെ നാട്ടിൽ നിന്നും യൂസഫ് അലി സാഹിബിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെ അദ്ദേഹം നാട്ടിലേക്ക് പ്രവാസികളായ സുഹൃത്തുക്കൾ ലീവിൽ വരുമ്പോൾ അവരുടെ സാലറി പോലും കട്ടാക്കില്ല. അത് അറിയാം നിങ്ങൾക്ക്. അത്ര നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തിരക്കുറ്റ ജീവിതത്തിൽ ഈ നെട്ടോട്ടം ഓടുന്ന സമയത്തും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ ആ മനുഷ്യൻ ആ ഒരു വഴി എപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ സങ്കടം നോക്കി കണ്ട് ആ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആ മനുഷ്യന് സാധിക്കുന്നുണ്ട്. അതിനൊക്കെ നേരം കണ്ടെത്തുന്നുണ്ട് ഈ തിരക്കുറ്റ ജീവിതത്തിൻ്റെ ഇടയിലും. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ ഒരു വലിയ ഷോപ്പ് ഉണ്ടാക്കി. ആ ഷോപ്പിൽ നമ്മൾ പല ബിസിനസ്സുകളും ചെയ്യുന്നു. ആ ബിസിനസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന നമ്മളെ സ്റ്റാഫുകളെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ച് അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്യാതെ, അവർക്ക് സാലറികൾ പോലും നമുക്ക് നേരെ ചൊവ്വയെ കൊടുക്കാതെ നമ്മളുടെ വളർച്ചയ്ക്ക് മാത്രം നമ്മൾ പോരാടുക. നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ അകറ്റി മാറ്റരുത്. പല മുതലാളിത്തവും പല രീതികളിലുമായി അവർ മോശപ്പെട്ട രീതിയിൽ സാലറി കൊടുക്കാതെ തള്ളിക്കളയുന്ന തൊഴിലാളികളുണ്ട്. ഈ യൂസഫ് അലി സാഹിബിനെയൊക്കെ അങ്ങനെയുള്ള ആളുകൾ കണ്ടു പഠിക്കണം. കാരണം സാലറിയുടെ കാര്യത്തിലും അവർക്ക് വേണ്ട സഹായ സഹകരണത്തിലൊക്കെ അദ്ദേഹം മുൻപന്തിയിലാണ്. അത് ലുലു ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, അദ്ദേഹം സഹായിക്കാൻ ഇല്ലാത്തൊരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻപന്തിയിലാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയും സക്സസ്ഫുള്ളായി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പാവങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം അവരോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവുമാണ്. ഇതാവണം ഒരു MD ചെയർമാൻ. കാരണം അത്ര സ്നേഹം എപ്പോഴും കാണുമ്പോൾ ചിരിയാണ്, നിഷ്കളങ്കമായ ഒരു ചിരിയാണ് അദ്ദേഹത്തിന്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഒരു ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സാമ്രാജ്യത്തിൽ ജോലി ചെയ്യുന്ന, സാമ്രാജ്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് ആ ബിസിനസ് വളരെ ഭംഗിയായി നമുക്ക് ഒരുപാട് വിളകൾ സമ്പാദിക്കാൻ കഴിയുന്ന, അതുപോലെ നമുക്ക് സമ്പാദിച്ച് തരുന്ന നമ്മളെ സ്റ്റാഫുകളെ ഒരിക്കലും നമ്മൾ കൈവിടരുത്. അവർക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും സാലറി കൊടുക്കരുത്. ഒരു പദ്ധതി ഇട്ടു, ഒരു വാഹനം എടുത്തിട്ട് പച്ചക്കറി ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുണ്ടായ സംഗതിയാണ്. ഒരു ഓട്ടോയിൽ ഗൂഡ്സിൽ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ കൂട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പം തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് പച്ചക്കറി, അത് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വലിയ തൊഴിലില്ലാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇയാൾ പറഞ്ഞത്, ഞാൻ വരാം നിങ്ങളുടെ കൂടെ. അപ്പോൾ അയാൾ പറഞ്ഞു, ആദ്യമൊന്നും വല്ലാണ്ട് പൈസയൊന്നും കിട്ടില്ല, വളരെ കുറവാകും. അപ്പോൾ ഈ നിഷ്കളങ്കമായ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങളൊരു സക്സസ്ഫുള്ളിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി. അയാൾ കൂലി കൊടുക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ എപ്പോഴും പറയും അങ്ങനെ 2 മാസം കഴിഞ്ഞു പോയി. പിന്നീട് അങ്ങോട്ട് ഈ ചക്കരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കൊടുക്കുന്ന പൈസയ്ക്ക് മേടിക്കാൻ തുടങ്ങി. 100ഉം 200 കൊടുക്കുന്നത്. ആ ചെക്കൻ ജോലി ചെയ്യുന്നത് 200 രൂപക്കാണ്. ആ കഠിനാധ്വാനം ചെയ്യുന്നതോ വളരെ വലുതാണ്.
അപ്പോൾ ഈ പച്ചക്കറി വണ്ടിയിൽ എന്തത്ര കഠിനാധ്വാനം ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇയാൾക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ചെക്കനെ കൂട്ടിയത് തന്നെ. രാത്രി ഒരു പുലർച്ചെ ഒരു 5 മണിക്ക് ഇവിടുന്ന് പാലക്കാട്ടേക്ക് വണ്ടിയിട്ട് പോകും സാധനങ്ങൾ എടുക്കാൻ. അതുപോലെ തന്നെ അവിടുന്ന് ഒരു 10 മണിയാകുമ്പോഴത്തേനൊക്കെ തിരിച്ചു വരും രാവിലെ. പിന്നീട് അങ്ങോട്ട് അങ്ങനെ ലൈനിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമായി 8-9 മണി 9:30 വരെ രാത്രി പണിയെടുത്തിട്ട് 100-200 രൂപയൊക്കെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന സ്വഭാവം അയാളിങ്ങനെ പതിവാക്കാൻ തുടങ്ങി. എനിക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഈ ചെറുപ്പക്കാരന് കുടുംബം നേരെ കഴിച്ചു പോകാൻ പറ്റുന്നില്ല ഇതുകൊണ്ട്. അങ്ങനെ ഇവർ വേർപിരിഞ്ഞു. ഈ ചെക്കൻ പരമാവധി സക്സസ്ഫുൾ ആക്കാനും ഇയാളെ ഒപ്പം സാലറി 2 മാസം പൈസയൊന്നും മേടിക്കാതെ ഇയാളെ പിന്നാലെ കൂടിയതാണ്. ഇയാൾ മെച്ചപ്പെട്ട് ഇയാളൊരു കാലം ഉറച്ചു നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ ചെയ്തത് സകല ആളോടും ഈ ചെക്കൻ്റെ കുറ്റം പറയുക, ഈ ചെക്കനെ പാര വെക്കുക, അങ്ങനെയൊക്കെ മോശപ്പെട്ട രീതിയിലേക്ക് ഈ ചെക്കനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാനുണ്ട്. അപ്പോൾ അയാൾക്ക് ചെറുപ്പക്കാരന് സഹിക്കാൻ കഴിയില്ല. എത്ര വെച്ചിട്ട് അപ്പോൾ ഒരു മനുഷ്യൻ മറ്റേത് കേട്ട് നിൽക്കുക. അങ്ങനെ ചെക്കന് വല്ലാതെ വിഷമം തോന്നി. ചെക്കൻ പറയും, ഈ പൈസയൊന്നും എനിക്ക് ശരിയാവില്ല, ഞാൻ ഇറങ്ങുന്നു. അപ്പോൾ ഇയാൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. അയാൾ ചൂടാകാൻ തുടങ്ങി. അനക്ക് എവിടെ പോയാലും ജോലി കിട്ടില്ല, നീ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് വരം കൊടുക്കാൻ തുടങ്ങി. അയാൾ പൊളിയാണെന്ന് ആൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ പൊളിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കൂലി കൊടുക്കാതെ അതുപോലെ കുറഞ്ഞ കൂലിയിൽ ഒരാളെ കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു വളവും തിരിവുമാണ്. അപ്പോൾ അങ്ങനെ വണ്ടി കംപ്ലൈൻ്റ് ആയ വണ്ടിക്ക് വേണ്ട രീതിയിൽ പോലും അയാൾ പെട്രോൾ അടിക്കാതെ അതിൻ്റെ ഓയിൽ മാറ്റാതെയൊക്കെ വണ്ടി ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങി. വണ്ടിക്ക് അങ്ങനെ ചെറുതാ കംപ്ലൈൻറ്റ് വരാൻ തുടങ്ങി. അതിലെല്ലാം ഈ കുട്ടിയെ പഴിചേരാൻ തുടങ്ങി. ഇതൊക്കെ ഈ ചെക്കന് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ചെക്കൻ ഇറങ്ങിയിട്ട് വേറൊരുത്തൻ കയറി. ഈ കുട്ടിയോടുള്ള വാശിക്ക് വേണ്ടിയിട്ട് വേറൊരുത്തൻ കയറി. ഇയാൾ കൊടുത്തിരുന്ന കൂലി 750 രൂപ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ഈ 750 രൂപ അയാൾക്ക് കൊടുക്കാൻ എവിടുന്നുണ്ടായി? അപ്പം അയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ലേ ആ ചെറുപ്പക്കാരനെ പറ്റിക്കല്ലേ ഇത്രയും നേരം ചെയ്തത്. ആ 750 രൂപ ഈ ചെറുപ്പക്കാരന് കൊടുത്തു. വേറെ ആൾ കയറി. അത് അധിക കാലം നീണ്ടുന്നില്ല. വീണ്ടും ഇയാൾക്ക് എന്ത് ചെയ്തു? അത് താങ്ങാൻ കഴിയില്ല, മെല്ലെ അയാൾ ഒഴിവാക്കി. പിന്നെ ഈ ചെക്കനെ സോപ്പിട്ട് പിടിച്ച് വീണ്ടും വണ്ടിയിലുള്ള കയറ്റി 400 രൂപ വെച്ച് കൊടുത്തു. അതുകൊണ്ടും ഈ ചെക്കന് തൃപ്തി വന്നില്ല. കാരണം 400 രൂപ കൊണ്ട് ഇന്നത്തെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇന്നത്തെ അരിക്കും സാധനത്തിന് എന്താ വില അത് നമുക്കറിയല്ലേ. ആ ചെറുപ്പക്കാരൻ വീണ്ടും കുറേ ഇതൊന്നും ശരിയാവില്ല. കുറേയൊക്കെ തൃപ്തിപ്പെട്ട് പോയി. പക്ഷെ ഇയാളിങ്ങനെ കുറേയൊക്കെ സക്സസ്ഫുള്ളായി വരുന്നുണ്ടെന്ന് ചെറുപ്പക്കാരൻ മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയില്ല. അധികം വിദ്യാഭ്യാസമോ കണക്കോ കാര്യങ്ങളൊന്നും അറിയില്ല. പലരും പല രീതിയിലും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ ചെക്കനൊരു കാര്യം മനസ്സിലായി. ഇയാളെ നന്നായി പറ്റിക്കുകയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? അയാളെന്ന് വീണ്ടും ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ പല രീതിയിലും അയാളെ തകർക്കാൻ വേണ്ടിയിട്ട്, പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാൾ കുറേ പരിശ്രമിച്ചു. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ആ ചെക്കൻ ഒന്നും സംഭവിച്ചില്ല. പല വഴിക്കും നോക്കി. അയാൾ ചെക്കൻ്റെ ലൈഫ് പോലെ തകർക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇത് പിന്നീട് അയാൾക്കൊരാളെ കിട്ടാതെ വന്നു. ആ വണ്ടി അങ്ങനെ ഒരു അനാഥപ്രേതം പോലെ അവിടെ കിടക്കാൻ തുടങ്ങി. ആ വണ്ടി പിന്നീട് കൊടുത്തു. ഇതിൽ നിന്ന് അയാൾ വേറെ ജോലിക്ക് പോകാനും തുടങ്ങി. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താ പറയുക? നമ്മളോട് ആത്മാർത്ഥത കാണിക്കുന്നത് ആരാണ്? നന്നായി ആത്മാർത്ഥത കാണിക്കുന്നവരാരാണ്? നമുക്ക് വേണ്ടി നമ്മളെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഏത് ബിസിനസ് മേഖലയിലും നമ്മളെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ, അവർക്ക് വേണ്ട പ്രചോദനവും അവർക്ക് വേണ്ട തൃപ്തിയുള്ള പണവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരിപൂർണമായും വിജയിക്കും. ഒന്നാമത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. നമുക്കുണ്ടാവും, മുതലാളിമാർക്കും തൊഴിലാളിമാർക്കും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ പണമില്ലാതെ പല രീതികളിലും പ്രയാസപ്പെടുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടത്ര സാലറി നമ്മൾ കൊടുക്കണം. സാലറിക്ക് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് അറിയാം. പക്ഷേ വളരെ കുറഞ്ഞു പോകുന്ന സാലറി കൊടുത്ത് ഒരാളെയും നമുക്ക് പണിക്ക് വിളിക്കരുത്. കാരണം പണിയുടെ കാഠിന്യം അനുസരിച്ചിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കണം പൈസ. അതല്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെന്താൽ വളരെ വലിയ ശിക്ഷയാണ്. അതുപോലെ തന്നെ നമ്മൾ അയാളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മാറാ രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള രോഗങ്ങളോ ഹോസ്പിറ്റൽ കേസുകളോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുമായി നമ്മളെ കയ്യിൽ നിന്ന് ആ പണം പോകും. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ അതും മറ്റൊരാളെ കണ്ണീരും
ഒക്കെ നമ്മൾ അധ്വാനിച്ച പൈസ ഉണ്ട്, അത് ഇറക്കി പിടിച്ച് ആടെ വെക്കണം. അത് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു ബിസിനസ്സിൻ്റെയും രഹസ്യവും വിജയവും എന്താണെന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് വേണ്ട അവരെ സന്തോഷിപ്പിക്കുക, അവർ നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് നമ്മൾ പരിപൂർണമായി നമ്മൾ പണം കൊടുക്കുക. കാരണം അവർ വരുന്നത് നമ്മളെ നേരാക്കാൻ വേണ്ടി അല്ല, അവർ നേരാകാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നല്ല മുതലാളിമാരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായി. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഉപദേശം കൂടി ഞാൻ തരാം. ലോൺ എടുത്തിട്ട് പല ആളുകളും ബിസിനസ് ചെയ്യുന്നുണ്ട്. 10 പൈസ കയ്യിലുണ്ടായില്ല ലോൺ എടുത്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതിനും നല്ലത്, ലോൺ എടുക്കുന്നതിലും നല്ലത് ക്ഷമയാണ് ബിസിനസ്സിന് ഏറ്റവും വേണ്ടത്. ക്ഷമയില്ലാത്ത ആളുകളാണ് ലോണിന് പോയി അപേക്ഷിക്കുന്നത്. നമ്മളൊരു സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത വെട്ടിത്തെളിക്കണം. അതല്ലാതെ ഒരുപാട് ഇപ്പം നമ്മളൊരു മല, ആ മല നമ്മൾ നടന്നു കയറിയാലാണ് നമുക്ക് അതിന് മലയുടെ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ മലയുടെ താഴെ നിന്നിട്ട് ഒരൊറ്റ കുതിപ്പിന് മലയുടെ മുകളിലേക്ക് നെറുകിലേക്ക് ചാടി കയറെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്, അത് എവിടുത്തെ കാര്യമാണ്, നമുക്ക് സാധിക്കുമോ? അതേപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യം. ഓരോ കാര്യങ്ങളും നമ്മൾ ക്ഷമയും അതുപോലെ തന്നെ സമയവും എടുത്ത് ചെയ്താൽ അത് പരിപൂർണതയിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. ഇപ്പോൾ യൂസഫ് അലി സാഹിബിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, കൃത്യസമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പക്കേറ്റ് ചെയ്യണം. നമ്മളൊരാളെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അയാൾ ആ 10 മണി കൃത്യത്തിൽ നമ്മൾ ചെന്ന് കണ്ടിരിക്കണം. അതാണ് നമ്മളുടെ ഒരു ചുറ്റുവട്ടങ്ങൾ. നമ്മളവിടെ എത്തണം. ഇതൊക്കെയാണ് ഒരു ബിസിനസ്മാൻ്റെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ, വേണ്ട ചില കാര്യങ്ങളും അതിൻ്റെ ഒരു സംഗതികളാണ്. ഇപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ ബിസിനസ് എന്താണ്, അതിലേക്ക് എത്താനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഒരു ഡ്രസ്സ് ഷോപ്പ് തുടങ്ങണം, ഒരു വ്യക്തിക്ക് വല്ലാത്ത ആഗ്രഹമാണ്, എനിക്കൊരു ഡ്രസ്സ് ഷോപ്പ് തുടങ്ങണം. അതിനിപ്പോൾ എന്താ വഴി? അതിനാദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ ലോൺ എടുക്കുന്ന കാര്യം. അങ്ങനെയുള്ള കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം? അതൊന്നും നമ്മൾ ചിലപ്പോൾ ഫ്ലോപ്പായിട്ട് നമുക്ക് ലോണ് പോലും അടക്കാൻ കഴിയാതെ കഷ്ടതയിലേക്ക്. അതിനും നല്ലത് നമ്മൾ അധ്വാനിക്കുക, കൂലിവേല ചെയ്യുക. അതുപോലെ തന്നെ എവിടെയാണ് ജോലിക്ക് പോകേണ്ടത് അവിടെയൊക്കെ ജോലിക്ക് പോയിട്ട് കയ്യിൽ പണം സ്വരൂപിച്ച് കൂട്ടണം. മാസം 15,000 റുപ്യ വെച്ചിട്ട് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ, 500 രൂപ വെച്ചിട്ട് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തിൽ നമ്മളുടെ ചിലവും എടുത്ത് ബാക്കിയുള്ള പണം നമുക്ക് സേവിങ്ങിൽ വെക്കണം. അതെന്താ നമുക്ക് വെച്ചാൽ നമ്മൾ അറുകെട്ട പിശുക്കന്മാരായി ജീവിക്കരുത്. നമുക്ക് വേണ്ടതൊക്കെ കഴിച്ച് എത്ര കുറഞ്ഞ തുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ എടുത്തു വെക്കുക നമ്മളെ ബിസിനസ്സിന് വേണ്ടി. അങ്ങനെ ഒരു നെയ്യത്ത് മനസ്സിൽ കരുതിയ അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഓരോ ജോലികൾക്കും ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്കുള്ള പണം നമ്മൾ സ്വയം കൂട്ടി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ അധ്വാനിച്ച് പണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും കളങ്കമില്ലാത്ത അധ്വാനമാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വിജയിച്ചിരിക്കും. ആ അധ്വാനിച്ചുകൊണ്ട് നമ്മളെ സാമ്രാജ്യം നമ്മൾ കെട്ടിപ്പടുക്കുക. വളരെ ഓരോ ബിസിനസ്സുകളും ഓരോ കച്ചവടം ചെയ്യുമ്പോഴും നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ ജോലി ചെയ്തു, പിന്നീട് കുറച്ചങ്ങോട്ട് നമ്മൾ നിർത്തിവെക്കണം. പിന്നീട് ഒന്ന് നല്ല ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണം. ചെറ പറയിച്ചിട്ട് നമ്മൾ ചെയ്താൽ എവിടെയും വിജയിക്കില്ല. അതിലൊക്കെ എവിടേക്ക് പോരായ്മകൾ നമുക്കുണ്ടാവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ടു എന്ന് കരുതി നിരാശപ്പെടരുത്. നമ്മളെ തളർത്താനും തകർക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമുക്ക് അറിയാമല്ലോ, അറിയപ്പെടുന്ന ഒരു ഫുട്ബോളറാണ്. അദ്ദേഹത്തെ പല വിമർശനങ്ങളും പല രീതികളിലുമൊക്കെ അദ്ദേഹത്തിന് കുറേ ആളുകൾ കളിയാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതെങ്ങനെയാണ്? അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന് പോരായ്മ വന്നത്, അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് കളിയാക്കിയത്, ആ കളിയാക്കിയതിൻ്റെ അദ്ദേഹത്തെ പോരായ്മ എന്താണ്, ആ പോരായ്മയിൽ നിന്നും ആ പോരായ്മയെ മാച്ചു കളഞ്ഞ്
ഞാൻ അതിനേക്ക് അതിജീവിക്കും എന്നുള്ളത് ഒരുപാട് തവണ തൻ്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുത്ത ഒരാളാണ് റൊണാൾഡോ. എല്ലാവർക്കും അറിയപ്പെടുന്നൊരു ഫുട്ബോൾ താരമാണ്, കൂടുതലൊന്നും പരിചയപ്പെടുത്തണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.